പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് കൺമണിയെ എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് കൃഷിന്. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൃഷ് തൻ്റെ മനസ്സിലെ പ്രണയം തുറന്ന് പറയണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ്. പക്ഷേ അതിനിടയിൽ കൺമണിക്ക് ഓരോ തിരക്കുകൾ വന്ന് ചേരുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഗൂഗിൾ ഫോൺ ചെയ്ത് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വെറുതെ ഈ കാര്യം മറച്ചു വെച്ചിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സംസാരിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ കൃഷിന്റെ അടുത്തേക്ക് ചെല്ലുന്ന കൺമണി കൃഷ് സാറിനോട് എനിക്കും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൃഷ് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം എന്നോട് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ മനസ്സിലുള്ള കാര്യം പറയുന്നതിനായി തയ്യാറായിക്കൊണ്ട് വീണ്ടും മുന്നിലേക്ക് കൺമണി വരുമ്പോഴാണ് അപ്രതീക്ഷിതമായി മാനസ കയറി വരുന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവം കൃഷിനെയുമാകെ ഞെട്ടിച്ചു കളയുന്നു. എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ് കൃഷ്. ഇതേ തുടർന്ന് കൺമണിയുടെ മുന്നിൽ വെച്ച് കൃഷിനെ കെട്ടിപ്പിടിക്കുന്ന മാനസ കൃഷിനോട് ഒരു സന്തോഷ വാർത്ത പറയാനാണ് വന്നിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കാൻ കൃഷ് ആവശ്യപ്പെടുന്നു. കൃഷ്, നമ്മുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. വിവാഹത്തിന് വേണ്ടിയുള്ള ദിവസം കുറിച്ച് കിട്ടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന കൃഷ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് കൺമണിയെ നോക്കുകയും ചെയ്യുന്നു. ഇതോടെ കൃഷിനോട് തൻ്റെ കാര്യങ്ങൾ ഇനി പറയണ്ട എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കൺമണി. ഇതിനിടയിൽ കൺമണിയെ ചെന്ന് കാണുന്ന മാനസ, കൺമണി, ഒടുവിൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന് പറയുകയും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളെല്ലാം വരാൻ കാരണം കൺമണിയാണ്. കൺമണിയുടെ സഹായം തനിക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ കൃഷിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യം ഒരിക്കലും നടക്കുകയില്ലായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് നീ എന്നെ വന്ന് സഹായിച്ചു. ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞ് തീർക്കാൻ തന്നെ സാധിക്കുകയില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോട് കടപ്പെട്ടവളായി ഇരിക്കും എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൺമണി. തൻ്റെ മനസ്സിലുള്ള പ്രണയം താനിനി എങ്ങനെയാണ് പുറത്തു പറയുക? ആ കാര്യം അറിയുകയാണ് എങ്കിൽ വീട്ടിലുള്ളവർ എങ്ങനെയാണ് പ്രതികരിക്കുക മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് വന്ന് നിന്നതിനെ തുടർന്ന് കൺമണി മാനസികമായി തകർന്ന് പോയിരിക്കുകയാണ്. ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൺമണി. മാത്രവുമല്ല, ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന കൺമണി കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ തൻ്റെ സ്നേഹം തുറന്ന് പറയുന്നതിനുള്ള അവസരം ലഭിക്കുന്നില്ല കൺമണിക്ക്. മാത്രവുമല്ല, മാനസയുടെ സന്തോഷം തകർക്കേണ്ടതില്ല എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൺമണി ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ്. ഇതേ തുടർന്ന് കൺമണി കാര്യങ്ങൾ പറയാതെ തിരികെ എത്തുന്നു. ഗൂഗിൾ ഇതേ സമയം കാര്യങ്ങൾ ചോദിക്കാൻ വന്നതിനെ തുടർന്ന് ഗൂഗിളിനോട് തനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ കൺമണി ഒഴിഞ്ഞു മാറുകയാണ്. ഇതോടെ എന്താണ് സംഭവിച്ചത് എന്ന് ഗൂഗിൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന്
ക്രിസ് സ്റ്റാറിന്റെ വിവാഹം മാനസികമായി ഉറപ്പിച്ച് കഴിഞ്ഞു എന്നുള്ള കാര്യവും ഡേറ്റ് ഫിക്സായി എന്ന് പറയുകയും ചെയ്തത് ഗോകുലിന്റെ പ്രതീക്ഷകൾക്കും തിരിച്ചടി ആയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.